ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ്. ഈ വർഷത്തെ തിരുവോണം വളരെ സ്പെഷ്യലാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൂക്കളം ഇടാൻ വേണ്ടി പൂവൊക്കെ പറിക്കുകയാണ്. കുറച്ച് പൂ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് പൂവൊക്കെ ഉള്ളൂ. അപ്പം ചെറിയൊരു പൂക്കളം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് കാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. അതും കുറച്ച് വെള്ളപ്പൂ കിട്ടി. ഇത്രയും പൂവാണ് നമുക്ക് വീട്ടിൽ കിട്ടിയത്. പിന്നെ കുറച്ച് പച്ചിലയൊക്കെ അരിഞ്ഞ് പല കളറിലുള്ള ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അപ്പവും ചിക്കൻ കറിയായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കളമൊക്കെ ഇടാനായിട്ട് വന്നു. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു ഡിസൈന് ഒരു കാർഡ്ബോർഡിൽ സെറ്റ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇടാൻ അതിന് പുറത്തൂടെ ബാക്കിയുള്ള ഡിസൈൻ പൂവനുസരിച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പൂക്കളം ഇടുന്നത് ആദ്യം തൊട്ടേ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി വെച്ചെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് നോക്കിയപ്പോൾ ആദ്യത്തെ ഒന്നും റെക്കോർഡായിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു അബദ്ധം പറ്റി. പിന്നെ പകുതിയായപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ തന്നെ പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് ഇത് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ലാസ്റ്റിൽ എല്ലാം ഡിസൈനൊക്കെ വരച്ചെടുത്തപ്പോൾ കുറച്ചുകൂടെ വലിയ രീതിയിൽ ഇടാൻ പറ്റി. ഇലയൊക്കെ അരിഞ്ഞുകൊണ്ട് കുറച്ച് സ്പേസൊക്കെ കവർ ചെയ്ത് വെച്ചു. അപ്പം ഞങ്ങൾക്കുള്ള അത്യാവശ്യം പൂവൊക്കെ വെച്ച് ഒരു മിനിമം വലിപ്പത്തിലുള്ള പൂക്കളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യത്തെ ഓണമല്ലേ, അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പം പിന്നെ ഉച്ചയാകാറായപ്പോൾ അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് ഫാമിലി പപ്പായും മമ്മിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും എല്ലാവരും കൂടെ ഓണസദ്യയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ഓണമാണ്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പുറത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് ഇത് കാണിക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഡേ അച്ചാച്ചൻ്റെ വീട്ടിലായിരുന്നു ഓണാഘോഷം. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. അപ്പോൾ ഇത് അവിടുത്തെ ഫോട്ടോസൊക്കെയാണ്. അവരെല്ലാവരും അവിടെ പുറത്തുനിന്ന് വർത്തമാനമൊക്കെ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ പറമ്പിൽക്കൂടൊക്കെ നടന്നിട്ട് എല്ലാവരും കയറി വരികയാണ്. ഓണസദ്യയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഫുഡെല്ലാം എടുത്ത് വെച്ചു. ഇലയെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. ഞാൻ വെറുതെ സെൽഫിയൊക്കെ എടുത്തവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തു വെച്ചാൽ നമുക്ക് പിന്നീടും ഇങ്ങനെ രസകരമായ നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ തോന്നുമ്പോൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം ഈ വർഷത്തെ ഓണം ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഓണമായിരുന്നു. അങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.